ഹലോ ഗൈസ്, ഒരാൾ അംഗൻവാടി പോകാൻ പറഞ്ഞപ്പോൾ മടി പിടിച്ചത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്താ പൊന്നത്? മമ്മി നോക്ക്, മമ്മി നോക്ക്, മമ്മി നോക്ക്, ഒരു സാധനം എന്താ. മോർണിംഗ് എണീറ്റ് അംഗൻവാടി പോകണമെന്ന് പറഞ്ഞതും ആൾക്ക് വല്ലാത്തൊരു മടിയായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ ആളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയത്. ശേഷം അംഗൻവാടി പോവല്ലേ നേരുട്ടി അല്ലേ? അമ്മ നോക്ക്, ഇതാ കരയാൻ പാടില്ല. മമ്മി നോക്ക്, അംഗൻവാടി പോകുമ്പോൾ കരയാൻ പാടില്ല. ഓക്കെ ശരി. എന്ത് ബിസ്ക്കറ്റാണ് വേണ്ടത് നേരുവിന്? ഓറിയോ ബിസ്ക്കറ്റാണ് വേണ്ടത്. അത് മാത്രം മതിയോ സ്നാക്സ് ആയിട്ട്? വേറെ ഒന്നും വേണ്ട? ഓറിയോ ബിസ്ക്കറ്റ് മാത്രം മതിയോ? ഓക്കെ, വാങ്ങിച്ചേരാട്ടാ. ഗുഡ് ഗേൾ അല്ലേ? പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ആൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. കുളി കഴിഞ്ഞതും തണുക്കുന്നൊന്നും പറഞ്ഞപ്പോൾ അതപ്പം പതിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ ആള്. ഒത്തിരി നാളായിട്ട് നേരിട്ടിനെ അംഗൻവാടിയിൽ വിടണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാൻ. എന്ന് വിടണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് പിന്നെ വിടാം നാളെ വിടാന്ന് പറഞ്ഞ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ നേരോട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് അംഗൻവാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ സ്കൂളിൽ വിടുക, അംഗൻവാടി വിടുക എന്നൊക്കെ പറയുന്നത് എത്ര ഹാർഡായിട്ടുള്ളൊരു റിയാലിറ്റി ആണെന്നുള്ളത് ആ ഒരു സമയമാകുമ്പോൾ മനസ്സിലാവുന്ന കേട്ടോ. ഇരിക്കടാ ഗൈസ്. ഇന്ന് നമ്മുടെ നേരോട്ടനാണ് അംഗൻവാടി പോകണമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ എനിക്കാണ് ഗൈസ്. ആളെങ്ങനെ ഇരിക്കും? മോർണിംഗ് എണിച്ചപ്പോൾ കുളിക്കാനൊക്കെ ചെറിയൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ആളെങ്ങനെ ഇരിക്കും, എന്ത് ചെയ്യും, പറയുന്നത് മമ്മി എൻ്റെ കൂടെ ഇരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ നേരോട്ടിന് ഇന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് അംഗൻവാടിയിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ അവളെക്കാളും ടെൻഷൻ എനിക്കാണ് കേട്ടോ. ഈ കുട്ടികൾ ഇത്രയും നാളെ നമ്മുടെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് അവരിങ്ങനെ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. സ്കൂളല്ലെങ്കിലും അംഗൻവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദ്യ സ്റ്റേജസ് പ്രീ കെ ജിയിൽ വിടാനാണ് പ്ലാന്. അപ്പോൾ അതിന് മുൻപ് ഒന്നാളെ ഇരുത്തി ഒന്ന് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം ഒന്ന് അംഗൻവാടിയിൽ വിടാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ആൾ പോകണമെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ രാത്രിയൊക്കെ പറഞ്ഞു അംഗൻവാടി പോവാം, മേ ബി പോവും, മമ്മി കൂടെ വരും എന്നൊക്കെ ചോദിച്ചു, മമ്മി കൊണ്ടാക്കുമെന്നൊക്കെ. പിന്നെ ഇപ്പോൾ എണീറ്റപ്പോൾ ആൾ പറയുന്നത് മമ്മി എനിക്ക് പോകണ്ട, അവിടെ ബേബി ഒറ്റയ്ക്കാവും, മമ്മി ബേബീൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെക്കാൾ സങ്കടം ടെൻഷനും അമ്മമാർക്കാണ് കേട്ടോ. ഈ ഒരു ഫീലിങ്സ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എത്ര ഒരു ഹാർഡായിട്ടുള്ളൊരു റിയാലിറ്റി ആണല്ലേ. നമ്മളിങ്ങനെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണെങ്കിൽ പോലും ഒരു വല്ലാത്തൊരു വിഷമം മനസ്സിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ നേരോട്ടിന് എന്തായാലും അംഗൻവാടിയിൽ പോവുകയാണ്. അവളുടെ ലൈഫിൽ ഫസ്റ്റ് എന്താ പറയുക, ഒരു എങ്ങനെ പറയുക, ഫസ്റ്റ് ഡേ ഓഫ് അംഗൻവാടി. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസം. എന്തായാലും നമ്മുടെ നേരോട്ടിനെ കൊണ്ട് ആക്കാൻ പോകണം. അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്, ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പിന്നെ അങ്ങനെ ആളെ അംഗൻവാടി കൊണ്ട് വിടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും ഉണ്ടാവണം നമ്മുടെ നേരോട്ടിൻ്റെ കൂടെ. അപ്പം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. കുറച്ച് ഇമോഷണലി ഇതാണ്. എന്താ പറയുക, ഇങ്ങനെയൊരു ഇതെത്ര ഈ അമ്മമാർക്ക് എത്ര സങ്കടമുള്ളൊരു ദിവസമാണെന്നുള്ളത് എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ തോന്നില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ, കാരണം ഇത്രയും നാളെയും അവളെ ജനിച്ചിട്ട് ഈ 3.5 വയസ്സ് കഴിഞ്ഞു, അവൾക്ക് 3.25 ഇത്രയും വർഷം അവൾ നമ്മളെ വിട്ട് എവിടെയും നിന്നിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ആൾ നമ്മളെ വിട്ടിട്ട് ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. എപ്പോഴും ഇങ്ങനെ ചുറ്റി വന്ന് പെട്ടെന്ന് അവളെ കൊണ്ട് വിട്ടിട്ട് ഞാൻ എന്തായാലും ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളോട് ഇരുന്നിട്ടേ വരുള്ളൂ. എന്നാലും അവളിങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. അപ്പോൾ ഗൈസ്, ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ. അപ്പോൾ എല്ലാവരുടെ ബ്ലെസ്സിങ്സും നമ്മുടെ നേരോട്ടിൻ്റെ കൂടെ ഉണ്ടാവണം. ആൾ ഫുഡൊക്കെ കൊടുത്തു, കഴിച്ചു. അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞ്, ഇന്ന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഇനി അവൾക്ക് ഓറിയോ ബിസ്ക്കറ്റ്, സ്നാക്സൊക്കെ കുറേ ഉണ്ട്, പക്ഷെ അവൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണം അത്രേ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അതൊക്കെ ഞങ്ങൾ പോവാണ് ഗൈസ്. ഞാൻ എന്തായാലും അവിടെ സ്നാക്സ് ബോക്സിൽ സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അംഗൻവാടിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ആൾ കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നെ ഉഷാറായിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു മൊമെന്റിൽ ഞാൻ ഏട്ടനെ ശരിക്കും വല്ലാത്തങ്ങ് മിസ് ചെയ്തു കേട്ടോ. എൻ്റെ ലൈഫിൽ ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നിപ്പോയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് കേട്ടത്. നമ്മുടെ നേരോട്ടിനും അവളുടെ പപ്പയെ ഒരുപാട് മിസ് ചെയ്തിരുന്ന നിമിഷങ്ങളായിരുന്നു ഇത്. നമ്മളങ്ങനെ നേരെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലായിരുന്നു പോയത്.
ഞങ്ങളുടെ കൂടെ എൻ്റെ സിസ്റ്ററിലോൻ്റെ മോള് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ തൊഴുതിറങ്ങി നേരിട്ടുള്ള ഓരോ ബിസ്ക്കറ്റ് മേടിച്ച് നേരെ അംഗൻവാടിയിലേക്ക് പോയി. ഞങ്ങൾ ഇതിനു മുമ്പ് ഒത്തിരി തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ നേരൂട്ടിനെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും നമ്മുടെ അടുത്തുള്ള ചിന്മയ സ്കൂളിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ആണ് കേട്ടോ. അവരെല്ലാവരും ചേർന്ന് അംഗൻവാടി വിസിറ്റിനായിട്ട് വന്നതായിരുന്നു. കറക്റ്റായിട്ട് നമ്മുടെ നേരൂട്ടിന്റെ അംഗൻവാടിയിലെ ഫസ്റ്റ് ഡേക്ക് തന്നെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ നമ്മുടെ നേരൂട്ടിനും കൂടെ ഞാനും ഒത്തിരി ഹാപ്പിയായി. ഇവരെല്ലാവരും ചിന്മയ സ്കൂളിലെ 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. ഇവരെല്ലാവരും ചേർന്ന് ജസ്റ്റ് അംഗൻവാടി വിസിറ്റ് ചെയ്യുക മാത്രമല്ലായിരുന്നു ചെയ്തത്. കൊച്ചുങ്ങൾ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ അംഗൻവാടിയിലെ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അംഗൻവാടിയിലെ ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ നേരിട്ടുന്ന കുട്ടികളുടെ നിന്ന് ഗിഫ്റ്റ് മേടിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു. അത് ഏത് തരത്തിലുള്ള ഒരു ഇമോഷൻ ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശരിക്കും അതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അല്ലാതെ ഞാനിതിന് എന്താ പറയുക ഗൈസ്, അംഗൻവാടിയിൽ പോയ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. 2 നോട്ട്ബുക്കും നല്ലൊരു അടിപൊളി പെൻസിൽ ബോക്സും ആയിരുന്നു കേട്ടോ നമ്മുടെ നേരിട്ടിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ആ കൊച്ചുങ്ങളൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരുടെ സ്കൂളിലേക്കും പോയി. എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നേരിട്ട് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ടോയ്സിലൊക്കെ കളിയായിരുന്നു ആള്. പിന്നെ കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണമെന്ന് അയാൾ. പിന്നെ സ്നാക്സ് ബോക്സ് എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ തുടങ്ങി. സ്നാക്സ് ഒക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പ്രയറും തുടങ്ങി. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല കേട്ടോ, എല്ലാവരും കൈകൂപ്പുന്നുണ്ടപ്പോൾ അവളും ചെയ്തതാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ നേരിട്ടും ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ വല്ലാതെ അങ്ങ് ഇമോഷണലായി പോയി. പ്രയർ കഴിഞ്ഞത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് അവൾ കഴിച്ചു കഴിഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്ന ഗ്യാപ്പിൽ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് കേട്ടതും ആൾ കരയാൻ തുടങ്ങി. അവൾ കരച്ചിൽ കേട്ട് തിരിച്ചു വരുമ്പോൾ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരമായിരുന്നു. സത്യം പറഞ്ഞ് അവൾ വലുതാവണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത്. പിന്നെ വീട്ടിൽ വന്നിട്ടും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ആഫ്റ്റർനൂൺ നേരിട്ട് അംഗൻവാടിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാ. ഈ വീഡിയോ ടീച്ചർ എടുത്ത് അയച്ചപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും സമാധാനമായത്. പിന്നെ ഇന്നൊരു 3 മണിയാകുമ്പോഴേക്കും തന്നെ ഞാൻ നേരിട്ടിനെ വിളിക്കാൻ പോയിട്ടോ. ഞാൻ ചെല്ലുമ്പോഴാണെങ്കിൽ ആൾ നല്ല ഉറക്കമായിരുന്നു. അവളങ്ങനെ ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കുറച്ച് വിഷമമായിട്ടോ. പിന്നെ ഞാൻ ചെന്ന് പതുക്കെ വിളിക്കുമ്പോഴേക്കും തന്നെ ആൾ എനിക്കും ചെയ്തു. പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതും വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിലായിരുന്നു അവള്. ടീച്ചർ ബായൊക്കെ പറഞ്ഞെങ്കിലും ടീച്ചർക്ക് ടാറ്റ കൊടുക്കാനുള്ള ക്ഷമ പോലും ഉണ്ടായിരുന്നില്ല ആൾക്ക്. ഇനി നാളെ മുതൽ അംഗൻവാടിയിൽ റെഗുലറായിട്ട് വിടണമെന്ന് വെച്ചിട്ടാണ്. അവൾ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുന്ന അറിഞ്ഞൂടാ. എന്തായാലും ഇന്ന് ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെ നേരിട്ടിന്റെ ഫസ്റ്റ് ഡേ ഓഫ് അംഗൻവാടി വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.